അമേരിക്ക. റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്നൊക്കെ നമ്മൾ പറയുന്നതിന് നിലനിർത്തേണ്ട രാജ്യമാണ് അമേരിക്ക. ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആ രാജ്യത്ത് അധികാരത്തിൽ വന്ന ശേഷം കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. 2025 വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കുമെതിരെ താരിഫ് ചുങ്കം ഏർപ്പെടുത്തി. അതിന്റെ ആഘാതത്തിൽ നിന്ന് അമേരിക്കയിലെ ജനങ്ങളോ ലോക ജനങ്ങളും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് ഫൊക്കാനയുടെ പ്രസിഡന്റായിട്ടുള്ള സജിമോൻ ആന്റണിക്കൊക്കെ നല്ലപോലെ അറിയാം. നമ്മൾ ബാക്കിയുള്ള കാര്യം ഇപ്പൊ അദ്ദേഹം ഈ യുദ്ധം തുടങ്ങിയ ശേഷം, ഈ ഇറാനെതിരായിട്ടുള്ള യുദ്ധം തുടങ്ങിയ ശേഷം വീണ്ടും ആ പ്രതിസന്ധി കൂടിയിരിക്കുകയാണെന്ന് നമ്മളെക്കാൾ നന്നപോലെ അറിയുന്നവരാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ആളുകൾ. ലോകത്തൊട്ടാകെ നമ്മൾ ഉൾപ്പെടെ, മലയാളികൾ ഉൾപ്പെടെ അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് വളരെ സൂക്ഷ്മമായി നമ്മൾ നോക്കിയാൽ കാണേണ്ട ഒരു കാര്യം, ഫെബ്രുവരി 27 വരെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ ഹോർമസ് കടലിടുക്കിൽ? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഹോർമസ് കടലിടുക്ക് തുറന്നു കിടക്കുകയായിരുന്നു, അവരിലൂടെ എല്ലാ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫെബ്രുവരി 26 പിന്നെ ഒമാന്റെ വിദേശകാര്യമന്ത്രി ബദർ അൽബു സൈദിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിൽ ഇറാൻ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് സമ്മതിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിനും അറിയാം. അവർ പറഞ്ഞെന്താ, ഞങ്ങൾക്ക് അണവായുധം ഉണ്ടാക്കുക എന്ന് പറയുന്ന പദ്ധതി ഇല്ല. ഞങ്ങളുടെ പരമോന്നത ആചാര്യനായിട്ടുള്ള അദ്ദേഹം വധിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പറഞ്ഞത്, ഞങ്ങളുടെ ആചാര്യൻ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആചാര്യൻ ഫത്വ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ അണവായുധം ഉണ്ടാക്കാൻ കഴിയില്ല, ഞങ്ങൾക്ക് അണവായുധ പദ്ധതി ഇല്ല. എന്നാൽ ഞങ്ങൾ യുറേനിയം എൻറിച്ച്മെന്റ് ഞങ്ങൾ നടത്തും, ഞങ്ങളുടെ അവകാശമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് സ്റ്റോക്ക് പൈൽ ശേഖരിക്കത്തില്ല, ഞങ്ങൾ എൻറിച്ച് ചെയ്ത യുറേനിയത്തിന്റെ അളവ് ഞങ്ങൾ കുറച്ചു കൊണ്ടുവരും എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ പരിശോധനയ്ക്ക് ഞങ്ങൾ അനുവദിക്കും എന്ന് ബദർ അൽബു സൈദി പറഞ്ഞു. ബദർ അൽബു സൈദി ലോകത്തോടെല്ലാം ഇത് വിളിച്ചു പറഞ്ഞു. 27 ലോകത്തോട് വിളിച്ചു പറഞ്ഞു, അമേരിക്കൻ ഭരണകൂടത്തെ അദ്ദേഹം അറിയിച്ചു. ഇത്രയും കാര്യങ്ങൾ നടക്കുകയും ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു കിടക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇറാനെതിരായിട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് യുദ്ധം നടത്തിയത്? നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് ഈ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ, നമ്മുടെ ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ ഒരു ചെറുതാവട്ടെ വലുതാവട്ടെ, ശക്തമാവട്ടെ ദുർബലമാവട്ടെ, ആ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത്. 1. 2, ഓരോ രാജ്യത്തിന്റെയും പരമാധികാരം ദുർബലമാണെങ്കിലും ശക്തമാണെങ്കിലും ആ പരമാധികാരത്തെ അംഗീകരിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾ എപ്പോഴാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ചട്ടപ്രകാരം ഒരു യുദ്ധത്തിന് പോവുക? നിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, നിങ്ങൾ അനാവശ്യമായി ആക്രമിക്കപ്പെടുമ്പോൾ, നിങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയാകുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന അത് വിലയിരുത്തി എസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചാക്രമിക്കാം എന്ന് പറയുമ്പോഴാണ് വാസ്തവത്തിൽ ചട്ടപ്രകാരമുള്ള ലോക്രമം അംഗീകരിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടത്. ഇവിടെ ഇസ്രായേലിനെതിരെ ഇറാൻ യുദ്ധത്തിന് പോയില്ല, ഈ അമേരിക്കക്കെതിരെ ഇറാൻ യുദ്ധത്തിന് പോയില്ല. അങ്ങനെ പോകാതിരിക്കെ ഈ പറഞ്ഞ ഹോർമുസ് കടലിലേക്ക് തുറന്നു കിടക്കുന്നു, ഞങ്ങൾ ഈ പറഞ്ഞ തരത്തിലുള്ള മാന്യമായ തരത്തിൽ ന്യൂക്ലിയറുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് ഇസ്രായേലിന്റെ നിർബന്ധപ്രകാരം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഈ നിയമവിരുദ്ധമായ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്.